പണം വെറുമൊരു കടലാസല്ല, അതൊരു ദിവ്യമായ ഊർജമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ പ്രപഞ്ചം അനന്തമായൊരു ഖജനാവാണ്. അവിടെ ഒന്നിനും കുറവില്ല. പക്ഷെ നമുക്കുള്ളിലെ പണത്തെക്കുറിച്ചുള്ള പഴയ ഭയങ്ങൾ ആ പ്രവാഹത്തെ തടയും. ഇന്ന് നമ്മൾ ആ തടസ്സങ്ങൾ നീക്കി സമൃദ്ധിയിലേക്കുള്ള വാതിൽ തുറക്കാൻ പോകുകയാണ്. ഓഷോ പഠിപ്പിക്കുന്നത് സോർബ ദി ബുദ്ധ ആകാനാണ്. അതായത് പുറത്ത് ഐശ്വര്യം ആസ്വദിക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു സന്യാസിയുടെ ശാന്തി കൊണ്ടു നടക്കുവാനാണ്. പണമൊരു ഉപകരണമാണ്. അത് നമുക്കുള്ളിലെ നന്മയെ വലുതായി കാണിക്കും. നമ്മൾ സമൃദ്ധിയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ സമൃദ്ധി നമ്മെ തേടി വരികയുള്ളൂ. എനിക്കിത്രയേ കിട്ടൂ എന്ന ദാരിദ്ര്യബോധത്തെ മാറ്റി നമ്മൾ പ്രപഞ്ചത്തിൻ്റെ അവകാശിയാണെന്ന രാജകീയ ബോധത്തിലേക്ക് ഉയരുക. ഇന്നു മുതൽ പണത്തെ ബഹുമാനിക്കാൻ പഠിക്കുക. പണം നൽകുമ്പോഴും സ്വീകരിക്കുമ്പോഴും നന്ദി പറയുക. സമൃദ്ധിയുടെ ഈ വാതിൽ നമ്മൾ തുറന്നു കഴിഞ്ഞു. എന്നാൽ പ്രപഞ്ചം നൽകാൻ തയ്യാറായാൽ പോലും അത് തടസ്സമില്ലാതെ ഏറ്റുവാങ്ങാൻ നമ്മുടെ ആന്തരിക പാത്രം തയ്യാറാണോ? നിങ്ങളിലെ അനന്തമായ ദിവ്യബോധത്തിന് നമസ്കാരം. ലോ ഓഫ് അട്രാക്ഷൻ്റെ 5ാമത്തെ ഘട്ടത്തിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് മനസ്സിൻ്റെ കാന്തിക ശക്തിയെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചുമാണ്. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പലർക്കും വലിയൊരു തടസ്സമായി നിൽക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ആ വിഷയമെന്നത് സമൃദ്ധി അഥവാ അബണ്ടൻസ് എന്നതാണ്. പണം, ഐശ്വര്യം, വിജയം ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തേണ്ട ഒന്നാണ്. ഈ പ്രപഞ്ചം വലിയൊരു ഖജനാവാണ്. അവിടെ ഒന്നിനും ഒരു കുറവില്ല. പക്ഷേ നമുക്കുള്ളിലെ പണത്തെക്കുറിച്ചുള്ള പഴയ പേടികൾ ആ പ്രവാഹത്തെ തടയുന്നുണ്ടോ? ഇത് നമ്മൾ നിരീക്ഷിക്കേണ്ട ഒന്നാണ്. ഇന്ന് നമ്മൾ തടസ്സങ്ങളെയെല്ലാം നീക്കി സമൃദ്ധിയിലേക്കുള്ള വാതിൽ തുറക്കാൻ പോകുകയാണ്. നോക്കൂ, പണം എന്നത് വെറുമൊരു കടലാസ് കഷണമല്ല, അതൊരു ഊർജമാണ്. നമ്മൾ നൽകുന്ന സേവനത്തിനും സ്നേഹത്തിനും പ്രപഞ്ചം തിരിച്ചു നൽകുന്ന ഒരു പ്രതിഫലമാണത്. പലരും പണത്തെ അഴുക്കെന്നും തിന്മയെന്നൊക്കെ വിളിക്കാറുണ്ട്. എന്നാൽ ഓഷോ പറയുന്നത് പണമൊരു ഉപകരണമാണെന്നാണ്. അത് നല്ലവൻ്റെ കയ്യിൽ നന്മയായും ചീത്തയായവൻ്റെ കയ്യിൽ തിന്മയായും മാറും. പണം നമ്മളെ കൂടുതൽ നമ്മളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പണത്തെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണാൻ പഠിക്കാത്ത ഒരാൾക്കും പണത്തെ ആകർഷിക്കാൻ കഴിയില്ല. നമ്മൾ പണത്തെ വെറുക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ വലിയൊരു അനുഗ്രഹത്തെയാണ് നമ്മൾ തള്ളിക്കളയുന്നത്. സമൃദ്ധി എന്നത് നമ്മുടെ ജന്മാവകാശമാണ്. അതൊരു പാപമൊന്നുമല്ല. ലോ ഓഫ് അട്രാക്ഷനിൽ 2 തരം മനോഭാവങ്ങളുണ്ട്. ഒന്ന് ദാരിദ്ര്യബോധം. ഇതുള്ളവർ എപ്പോഴും കുറവിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരാണ്. എൻ്റെ കയ്യിൽ പണമില്ല, പണം ചെലവായാൽ പിന്നെ അത് തിരികെ വരില്ല എന്ന് പേടിക്കുന്നവരാണിവർ. രണ്ടാമത്തേത് സമൃദ്ധിയാണ്. ഈ ബോധമുള്ളവരാണ് പ്രപഞ്ചം അനന്തമാണെന്നും എനിക്ക് വേണ്ടത് എപ്പോഴും വന്നുകൊണ്ടിരിക്കുമെന്നും വിശ്വസിക്കുന്നവർ. പ്രപഞ്ചത്തിലെ സമൃദ്ധിയും അനന്തമാണ്. നമ്മുടെ ഓരോ ശ്വാസവും ഈ പ്രപഞ്ചത്തിൻ്റെ സമൃദ്ധിയാണ്. ആ ശ്വാസം പോലെ പണവും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരണം. ഇന്നത്തെ നമ്മുടെ യാത്രയിൽ നമ്മുടെ ബോധത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് നമ്മൾ മാറ്റാൻ പോകുകയാണ്. ഇന്ന് നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത് പണമല്ല പ്രശ്നം, പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതിയാണ് പ്രശ്നം എന്നതാണ്.
പലപ്പോഴും പണമില്ലാത്തതല്ല നമ്മുടെ പ്രശ്നം. നമുക്കുള്ളിലെ പണമില്ല എന്ന ബോധമാണ് പ്രശ്നം. ഒരു മനുഷ്യൻ എത്ര വലിയ കോടീശ്വരനായാലും ഉള്ളിലയാൾ ദരിദ്രനാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന് അയാൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രപഞ്ചത്തിന് അദ്ദേഹത്തിനൊന്നും നൽകുവാനും കഴിയില്ല. നമ്മുടെ മുല്ലാ നസ്രുദ്ദീൻ ഒരിക്കൽ ഈ വലിയ സത്യത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയുണ്ടായി. ഒരു ദിവസം മുല്ലാ നസ്രുദ്ദീൻ വഴിയരികിൽ ഇരിക്കുമ്പോൾ ആ നാട്ടിലെ ചക്രവർത്തി വലിയൊരു ഘോഷയാത്രയുമായി അവിടെ എത്തി. അയൽരാജ്യം കീഴടക്കാൻ കഴിയാത്തതിൻ്റെ അതീവ സങ്കടത്തിലും ദേഷ്യത്തിലുമായിരുന്നു ചക്രവർത്തി അപ്പോൾ. ആ സമയം മുല്ല ചിരിച്ചുകൊണ്ട് വലിയ സന്തോഷത്തിൽ ഒരു കഷണം ഉണങ്ങിയ റൊട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചക്രവർത്തി ഇത് കണ്ട് മുല്ലയോട് ചോദിച്ചു, മുല്ല, നിനക്ക് നാണമില്ലേ? ഒന്നുമില്ലാതിരുന്നിട്ടും നീ ഇങ്ങനെ സന്തോഷിക്കുന്നത് എന്തിനാണ്? മുല്ല, നീ നോക്കൂ, എനിക്ക് ഇത്രയും വലിയ സാമ്രാജ്യമുണ്ടായിട്ടും ഞാൻ സങ്കടത്തിലാണ്. മുല്ല അവിടെ ശാന്തനായി മറുപടി പറഞ്ഞു, പ്രഭു, താങ്കൾക്ക് വലിയ സാമ്രാജ്യമുണ്ട്, പക്ഷെ താങ്കളുടെ മനസ്സൊരു ഭിക്ഷക്കാരൻ്റെതാണ്. താങ്കൾക്കില്ലാത്ത ഒന്നിനു വേണ്ടിയാണ് താങ്കൾ കരയുന്നതെന്ന്. എനിക്കാണെങ്കിൽ ഈ ഒരു കഷ്ണം റൊട്ടിയുണ്ട്, പക്ഷെ എൻ്റെ മനസ്സൊരു ചക്രവർത്തിയുടേതാണ്. ഈ റൊട്ടി പ്രപഞ്ചം എനിക്ക് നൽകിയ വലിയൊരു നിധിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ സമൃദ്ധനാണ്. പ്രിയമുള്ളവരെ, ഈ കഥയിലെ ചക്രവർത്തിയാണ് നമ്മളിൽ പലരും. കയ്യിൽ സൗകര്യങ്ങളുണ്ടാകാം, പക്ഷെ ഇതൊന്നും തികയില്ല എന്ന ഭയമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ആ ഭയമാണ് ലോ ഓഫ് അട്രാക്ഷനെ തടയുന്നതും. ഓഷോ പറയുന്നത് സമൃദ്ധി എന്നതൊരു ബാങ്ക് ബാലൻസ് അല്ല, അതൊരു ബോധമാണെന്നാണ്. നമ്മളിപ്പോൾ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ പ്രപഞ്ചം നമ്മളെ ഒരു സമൃദ്ധിയുള്ള വ്യക്തിയായി അടയാളപ്പെടുത്തും. അപ്പോൾ കൂടുതൽ പണം നമ്മിലേക്ക് ഒഴുകി വരാൻ തുടങ്ങും. ദാരിദ്ര്യം ഉള്ളിലാണെങ്കിൽ പുറത്തെത്ര പണം വന്നാലും നമ്മളെന്നും ദരിദ്രരായിരിക്കും. ഇതിനെ അതിജീവിക്കാൻ നമുക്ക് ഇന്നു മുതൽ നമ്മുടെ കയ്യിലുള്ള ഓരോ ചെറിയ കാര്യത്തെയും ഒരു നിധിയായി കണ്ടു തുടങ്ങണം. നമ്മുടെ പേഴ്സിൽ ഒരു 10 രൂപയുണ്ടെങ്കിൽ അത് 10 ലക്ഷമായി കണ്ട് സന്തോഷിക്കണം. ആ സന്തോഷത്തിൻ്റെ വൈബ്രേഷൻ പ്രപഞ്ചത്തിലെ സമൃദ്ധിയെ നമ്മിലേക്ക് ആകർഷിക്കും. നമ്മളിവിടെ പ്രത്യേകം ഓർക്കേണ്ടത്, പരാതിപ്പെടുന്ന ഒരു മനസ്സ് ദാരിദ്ര്യത്തെയും ആനന്ദിക്കുന്ന മനസ്സ് ഐശ്വര്യത്തെയും വിളിച്ചു വരുത്തുമെന്നാണ്. മുല്ലയുടെ ആ റൊട്ടിക്കഷ്ണം ഒരു സാമ്രാജ്യത്തെക്കാൾ വിലയുള്ളതായിരുന്നു. കാരണം അത് അയാളെ സന്തുഷ്ടനാക്കുകയാണ് ഉണ്ടായത്. നമുക്കൊരു ചെറിയ ധ്യാനത്തെ പരിചയപ്പെടാം. കണ്ണുകളടച്ച് നിങ്ങളൊരു വലിയ സിംഹാസനത്തിൽ ഇരിക്കുന്നതായി സങ്കല്പിക്കണം. ഈ പ്രപഞ്ചത്തിലെ സർവ്വ ഐശ്വര്യങ്ങളും എൻ്റേതാണ്, എനിക്കൊരു കുറവുമില്ല, ഞാൻ പൂർണ്ണനാണ്, ഞാൻ സമൃദ്ധനാണെന്ന് മന്ത്രിച്ചു കൊണ്ടിരിക്കണം. ആ രാജകീയമായ അനുഭവം നിങ്ങളുടെ കോശങ്ങളിൽ പൂർണ്ണമായും നിറയട്ടെ. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ടാകും പണമില്ലാത്തതാണ് നമ്മുടെ പ്രശ്നമെന്ന്. എന്നാൽ നമ്മിലേക്ക് പണം വരുന്നത് തടയുന്നത് നമുക്കുള്ളിലെ ആ ഭയമാണ്. ഈ ഭയമാണ് യഥാർത്ഥ പ്രശ്നക്കാരൻ. കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ടുവളർന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാമല്ലേ. എല്ലാ തിന്മകളുടെയും മൂലകാരണം പണമാണെന്നും പണക്കാരനാകാൻ കുറേയേറെ കുറുക്കു വഴികൾ വേണമെന്നും പണം നമ്മുടെ കയ്യിൽ വന്നാൽ നമ്മുടെ സമാധാനം പോകുമെന്നിങ്ങനെയുള്ള ഓരോ ചിന്തയും നമുക്ക് ചുറ്റുമുയർത്തുന്ന ഭയത്തിൻ്റെ വലിയ മതിലുകളാണ്. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ പണത്തെ ഭയപ്പെടുകയോ വെറുക്കുകയോ ചെയ്താൽ പണം നമ്മിലേക്ക് ഒരിക്കലും വരില്ല. കാരണം നമ്മൾ വെറുക്കുന്ന ഒന്നായി മാറാൻ പ്രപഞ്ചം നമ്മെ അനുവദിക്കില്ല. ഓഷോ പറയുന്നത്, ഈ സമൂഹം നിങ്ങളെ
ദരിദ്രരായി നിലനിർത്താൻ ആഗ്രഹിക്കുകയാണെന്നാണ്. കാരണം ദരിദ്രരെ ഭരിക്കാൻ എളുപ്പമായതുകൊണ്ടാണത്. നിരീക്ഷിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, നമ്മുടെയൊക്കെ അബോധ മനസ്സിൽ പണത്തെക്കുറിച്ചൊരു റോങ് പ്രോഗ്രാമിംഗ് നടന്നിട്ടുണ്ട്. കാശുണ്ടെങ്കിൽ അഹങ്കാരം വരുമെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മെ പണത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കും. കാരണം ഒരു അഹങ്കാരിയാകാൻ നമുക്ക് ആഗ്രഹമില്ല. എന്നാൽ പണം എന്നത് നന്മ ചെയ്യുവാനുള്ള ഒരു വലിയ ഊർജമാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ മതിൽ അശേഷം തകരുകയാണ് അവിടെ. പണം നമ്മെ ഒരിക്കലും മാറ്റുന്നില്ല, മറിച്ച് നമുക്കുള്ളിൽ എന്താണോ ഉള്ളത് അതിനെ വലുതാക്കി കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ ദാനശീലനാണെങ്കിൽ പണം വരുമ്പോൾ നമ്മൾ കൂടുതൽ ദാനം ചെയ്യും. നമ്മൾ സ്നേഹമുള്ളവനാണെങ്കിൽ പണം വരുമ്പോൾ നമ്മൾ കൂടുതൽ സ്നേഹം പങ്കുവയ്ക്കും. അഷ്ടവക്രൻ ജനക മഹാരാജാവിനോട് പറഞ്ഞത്, നീ ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണെന്നാണ്. ഒരു രാജാവിന്റെ മകൻ ഒരിക്കലും ദാരിദ്ര്യത്തെക്കുറിച്ച് പേടിക്കുമോ? അതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ മക്കളാണ് നമ്മളെങ്കിൽ നമുക്കെന്തിന് കുറവിനെ കുറിച്ചുള്ള പേടി വരണം? എനിക്ക് തികയില്ല എന്ന ചിന്തയാണ് ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും വലിയ പാപം എന്നത്. നമ്മൾ പണം ചെലവാക്കുമ്പോൾ അയ്യോ തീർന്നു പോകുമല്ലോ എന്ന് പേടിച്ചാൽ നമ്മളവിടെ ദാരിദ്ര്യത്തെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് പണം നൽകുമ്പോൾ ഈ പ്രപഞ്ചത്തോട് നമ്മൾ പറയുന്നത്, എൻ്റെ കയ്യിലേക്ക് പണം ഒഴുകി വരാൻ ഇനിയും വഴികളുണ്ടെന്നാണ്. ആ വിശ്വാസമാണ് ദാരിദ്ര്യത്തിൻ്റെ മതിലുകൾ തകർത്തു കളയുന്നത്. നമുക്കിന്ന് മുതൽ നമ്മുടെ പേഴ്സിലുള്ള പണത്തെയെല്ലാം സ്നേഹത്തോടെ നോക്കി തുടങ്ങണം. പണം നൽകുമ്പോൾ നമ്മൾ മൗനമായി പറയണം, നന്ദി, നീ പോയി 10 മടങ്ങായി എന്നിലേക്ക് തിരിച്ചു വരികയാണ്. അതുപോലെ തന്നെ ബില്ലുകൾ അടയ്ക്കുമ്പോൾ ഒരിക്കലും സങ്കടപ്പെടരുത്. ആ സേവനം നമുക്ക് ലഭിച്ചതിന് നന്ദി പറയുക. പരാതി പറയുന്ന നാവുകളിൽ നിന്ന് ലക്ഷ്മി ദേവി അകന്നു പോകുമെന്ന് പഴമക്കാർ പറയുന്നതിനർത്ഥം നമ്മുടെ വൈബ്രേഷൻ താഴ്ന്നുവെന്നാണ്. നമുക്ക് സമൃദ്ധിയുടെ വക്താക്കളാകാം. മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കാൻ പഠിക്കാം. നമുക്ക് ഒരാൾ വലിയൊരു കാർ വാങ്ങുമ്പോൾ അയാൾക്ക് ഇത്രയും പണം എവിടുന്ന് കിട്ടിയെന്ന് അസൂയപ്പെടാതെ ഈ പ്രപഞ്ചം ഇത്രയും സമൃദ്ധമാണല്ലോ എന്ന് അത്ഭുതപ്പെടണം. ആ അത്ഭുതം നമ്മിലേക്കും സമൃദ്ധി കൊണ്ടുവരും. നമുക്കൊരു ചെറു ധ്യാനത്തെ കൂടി പരിചയപ്പെടാം. കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റും കല്ലുകൾ കൊണ്ട് തീർത്ത വലിയൊരു മതിലിനെ സങ്കല്പിക്കണം. ആ മതിലിൽ പേടി, കുറവ് എന്നെല്ലാം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കുള്ളിലെ ബോധത്തിന്റെ വെളിച്ചത്തിൽ ആ മതിൽ തകരുന്നതായി കാണാം. ആ മതിലുകൾക്കപ്പുറത്ത് അനന്തമായ സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശത്തെ നിങ്ങൾക്കപ്പോൾ കാണാൻ കഴിയും. ആ പ്രകാശത്തിലേക്ക് നിങ്ങളിപ്പോൾ നടന്നു കയറുകയാണ്. ഞാൻ സമൃദ്ധനാണ്, ഞാൻ സ്വതന്ത്രനാണെന്ന് അല്പസമയം മന്ത്രിച്ചു കൊണ്ടിരിക്കുക. ലോകം നമ്മളെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ പണക്കാരനാകണം, അല്ലെങ്കിൽ സന്യാസിയാകണമെന്നാണ്. ഒന്നുകിൽ നിങ്ങൾ പണം ആസ്വദിക്കണം, അല്ലെങ്കിൽ ദൈവത്തെ തേടണം. ഈ വിഭജനമാണ് മനുഷ്യനെ പകുതിയാക്കി മാറ്റിയത്. എന്നാൽ ഓഷോ പറയുന്നത് നമുക്കൊരു പുതിയ മനുഷ്യനെ ആവശ്യമാണെന്നാണ്. അത് സോർബ ദി ബുദ്ധയാണ്. സോർബ എന്നാൽ ജീവിതത്തെ അതിൻ്റെ എല്ലാ രുചികളോടും കൂടി ആസ്വദിക്കുന്നവൻ എന്നാണ് അർത്ഥം. ബുദ്ധൻ എന്നാൽ ഉള്ളിൽ അഗാധമായ മൗനവും ശാന്തിയും ഉള്ളവൻ എന്നാണ് അർത്ഥം. പണവും ഐശ്വര്യവും ആസ്വദിക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു സന്യാസിയുടെ നിർമ്മമത കൊണ്ടു നടക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ഭാഗ്യവാൻ. ഓഷോ പറയുകയാണ്, പുറത്ത് നീ ഒരു കൊട്ടാരത്തിൽ താമസിച്ചാലും ഉള്ളിൽ നീയൊരു ശൂന്യതയായിരിക്കണമെന്നാണ്. പണം ഒരിക്കലും നമ്മളെ നശിപ്പിക്കില്ല, മറിച്ച് പണത്തോടുള്ള നമ്മുടെ ആസക്തിയാണ് ഇവിടെ പ്രശ്നമായി മാറുന്നത്. നമ്മളൊരു കാർ വാങ്ങുമ്പോൾ അത് പ്രപഞ്ചത്തിൻ്റെ ഒരു സമ്മാനമായി കണ്ട് ആസ്വദിക്കുകയും അത് നഷ്ടപ്പെടുമ്പോൾ സങ്കടപ്പെടാതിരിക്കുകയും വേണം. സമൃദ്ധി എന്നത് പണം കുമിഞ്ഞുകൂട്ടി വെക്കലല്ല, മറിച്ചത് ഒഴുകാൻ അനുവദിക്കലാണ്.
നമ്മളൊരു പുഴയെപ്പോലെ ഒഴുകുമ്പോൾ പുതിയ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ കെട്ടിനിന്നാൽ അത് അഴുക്കായി മാറുകയാണ് ഉണ്ടാവുക. പണത്തെ ആസ്വദിക്കണം, പക്ഷേ അത് നമ്മുടെ ആത്മാവിനേക്കാൾ വലുതാക്കാൻ അനുവദിക്കരുത്. ഇതാണ് സമൃദ്ധിയുടെ ആത്മീയത എന്നത്. ഒരിക്കൽ മുല്ല നസറുദ്ദീന് വഴിയിൽ നിന്നൊരു സ്വർണ്ണ കട്ടി കിട്ടി. അയാളത് ആവേശത്തോടെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അന്ന് രാത്രി മുല്ലയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം എന്നത് ഒരു കള്ളനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് തട്ടിയെടുക്കുമോ എന്ന പേടിയാണ് മുല്ലയെ അലട്ടിയത്. പിറ്റേന്ന് രാവിലെ തന്നെ മുല്ല ആ സ്വർണ്ണ കെട്ടി അത് കിട്ടിയ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ഉറക്കെ പറഞ്ഞു, ദൈവമേ, നിന്റെ ഈ സ്വർണം നീ തന്നെ വെച്ചോളൂ. എനിക്ക് എൻ്റെ ഉറക്കമാണ് വലുത്. ഇതും പറഞ്ഞുകൊണ്ട് മുല്ല തിരിച്ചു പോന്നു. ഇതൊക്കെ കണ്ടുനിന്ന ഒരാൾ മുല്ലയോട് ചോദിച്ചു, മുല്ല, അത് വിറ്റ് നിനക്ക് സുഖമായി ജീവിക്കാമായിരുന്നല്ലോ, പിന്നെ എന്തേ നീ അത് ഉപേക്ഷിച്ചത്? മുല്ല പറഞ്ഞു, സുഹൃത്തെ, പണം എൻ്റെ സമാധാനം കളയുന്നെങ്കിൽ അത് പണമല്ല, അത് വെറുമൊരു ഭാരമാണ്. മനസമാധാനത്തോടെ പണം അനുഭവിക്കാൻ കഴിയുന്നവനാണ് സത്യത്തിൽ യഥാർത്ഥ പണക്കാരൻ. എനിക്കത് ലഭിച്ചപ്പോൾ എൻ്റെ സമാധാനം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. നോക്കൂ, മുല്ല ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ, നമുക്ക് പണം വേണം, പക്ഷെ അത് നമ്മുടെ ഉറക്കം കെടുത്തരുത്. നമ്മൾ പണത്തിൻ്റെ യജമാനനാകണം, പക്ഷെ അടിമയാകരുത്. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം പണത്തെ നമ്മൾ ഒരു ഭാരമായി കണ്ടാൽ ഈ പ്രപഞ്ചം നമ്മിൽ നിന്നും അത് എടുത്തു മാറ്റിക്കളയും. എന്നാൽ നമ്മൾ അതൊരു സന്തോഷമായി കണ്ടാൽ അത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ലോ ഓഫ് അട്രാക്ഷനിലെ സോർബ ഭാവം എന്നാൽ ആഗ്രഹങ്ങളെ ആഘോഷിക്കുക എന്നതാണ്. നമ്മളൊരു നല്ല വസ്ത്രം ധരിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ വരദാനമായി കരുതണം. നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തോടുള്ള നന്ദിയായി കരുതുക. സ്നേഹമുള്ളവരെ, ആത്മീയത എന്നാൽ ദാരിദ്ര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രപഞ്ചം ഇത്രയും മനോഹരമായ പൂക്കളും നക്ഷത്രങ്ങളുമെല്ലാം ഉണ്ടാക്കിയത് നമുക്ക് ആസ്വദിക്കുവാനാണ്. നമ്മൾ ദരിദ്രനായിരിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആ വലിയ സൃഷ്ടിയെ നമ്മൾ സത്യത്തിൽ അപമാനിക്കുകയാണ്. സമൃദ്ധിയിൽ അഭിരമിക്കുക, ഒപ്പമുള്ളിൽ മൗനം സൂക്ഷിക്കുകയും ചെയ്യുക. ഈ സന്തുലിതാവസ്ഥ നമ്മുടെ വൈബ്രേഷനെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിക്കും. ഒരു ചെറിയ നൃത്ത ധ്യാനത്തെ നമുക്ക് പരിചയപ്പെടാം. നമ്മൾ അതിനായിട്ട് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സമൃദ്ധിക്കും നന്ദി പറഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് നമുക്കറിയാവുന്ന രീതിയിൽ ഒന്ന് നൃത്തം ചെയ്യണം. ആ സമയമൊക്കെയും നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണെന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കണം. സമാധാനത്തോടെ സമൃദ്ധിയെ സ്വാഗതം ചെയ്യുക. ഞാൻ സോർബയാണ്, ഞാൻ ബുദ്ധനുമാണ് എന്നുള്ളിൽ മന്ത്രിച്ചുകൊണ്ട് അല്പനേരം നൃത്തത്തിൽ ലയിച്ചിരിക്കാം. നമ്മൾ ഇതുവരെ അറിഞ്ഞ സത്യങ്ങളെല്ലാം പ്രയോഗത്തിൽ വരുത്തേണ്ട സമയമാണിനി. പണം നമ്മിലേക്ക് യഥേഷ്ടം വരണമെങ്കിൽ നമ്മൾ പണത്തിൻ്റെ ഭാഷ സംസാരിക്കണം. നമ്മൾ പലപ്പോഴും എൻ്റെ കയ്യിൽ പണമില്ല, പണം വലിയ പ്രശ്നമാണെന്നൊക്കെ പറയാറില്ലേ? ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം ഈ വാക്കുകൾ ദാരിദ്ര്യത്തെയാണ് ഉറപ്പിക്കുന്നത്. അവിടെ പണത്തെ ഒരു അതിഥിയെ പോലെയാണ് നമ്മൾ കാണേണ്ടത്. ഉദാഹരണത്തിന്, നമ്മുടെ ഒരു അതിഥിയെ ചീത്ത വിളിച്ചാൽ അവൻ നമ്മുടെ വീട്ടിൽ നിൽക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് പണത്തെയും. പണത്തെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വിളിക്കേണ്ടതുണ്ട്. ഒരിക്കൽ നമ്മുടെ മുല്ല നസറുദ്ദീൻ തൻ്റെ പഴയ തുകൽ പഴ്സ് എടുത്ത് അതിലേക്ക് നോക്കി സംസാരിക്കുകയായിരുന്നു. മുല്ലയുടെ ഒരു സുഹൃത്ത് ചോദിച്ചു, മുല്ല, ആ ശൂന്യമായ പഴ്സിനോട് നിങ്ങൾ എന്തിനാണ് ഈ സംസാരിക്കുന്നത്? അതിൽ പണമൊന്നുമില്ലല്ലോ എന്ന്. മുല്ല ശാന്തനായി മറുപടി പറഞ്ഞു, ഇപ്പോൾ പണമില്ലായിരിക്കാം, പക്ഷെ ഈ പേഴ്സിനെ ഞാൻ സമൃദ്ധിയുടെ ഒരു വീടായി ഒരുക്കുകയാണ്. ഞാൻ അതിനോട് പറയുകയാണ്, നീ വിശ്രമിക്കൂ, നിന്റെ ഉള്ളിലേക്ക് പ്രപഞ്ചത്തിൻ്റെ സ്വർണ്ണ നാണയങ്ങൾ വരാൻ പോകുകയാണ്. ഞാനതിനെ വൃത്തിയാക്കുകയാണ്. അതിൽ നല്ല ഗന്ധം നിറയ്ക്കും. അതിഥികൾ വരുന്നതിന് മുൻപ് നമ്മൾ വീട് ഒരുക്കാറുള്ളത് പോലെ ഞാൻ പണത്തെ സ്വീകരിക്കാൻ എൻ്റെ പേഴ്സിനെ ഒരുക്കുകയാണെന്ന്.
മുല്ല ഇവിടെ ചെയ്തത് എന്താണെന്ന് നോക്കിയാൽ അയാൾ പണമില്ല എന്ന പരാതിക്ക് പകരം പണത്തെ സ്വീകരിക്കുവാനുള്ള ഒരു ഇടം തൻ്റെ ഉള്ളിലും പുറത്തും ഉണ്ടാക്കുകയാണ് ചെയ്തത്. നമ്മുടെ പേഴ്സ് കുറെ കടലാസുകളും ബില്ലുകളും കൊണ്ട് നിറച്ചതായിരിക്കും അല്ലേ? അങ്ങനെയെങ്കിൽ അവിടെ പണത്തിന് വരാൻ സ്ഥലമില്ല. നമ്മുടെ പേഴ്സെല്ലാം എപ്പോഴും വൃത്തിയായി സൂക്ഷിച്ചിരിക്കണം. അവിടെ കുറച്ച് പണം എപ്പോഴും വെച്ചിരിക്കണം. അത് സമൃദ്ധിയുടെ വൈബ്രേഷൻ നിലനിർത്തും. ഓഷോ പറയുന്നത് നീ എന്ത് ചിന്തിക്കുന്നുവോ അത് നിന്റെ ഉള്ളിൽ സ്പന്ദനമുണ്ടാക്കുമെന്നാണ്. പണത്തെ ആകർഷിക്കുവാനുള്ള ശക്തമായ ചില മന്ത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഈ മന്ത്രങ്ങൾ വെറുതെ പറയുകയല്ല വേണ്ടത്, മറിച്ച് അവയുടെ ഫീലിങ്സ് അനുഭവിച്ചുകൊണ്ട് വേണം നമ്മൾ പറയാൻ. ചിലത് നമുക്ക് നോക്കാം. പണം എന്നിലേക്ക് അനായാസമായി ഒഴുകി വരുന്നു. ഞാൻ പ്രപഞ്ചത്തിൻ്റെ സമൃദ്ധിക്ക് അർഹനാണ്. എൻ്റെ ഓരോ ശ്വാസവും എന്നെ കൂടുതൽ ഐശ്വര്യവാനാക്കുന്നു. പണം എൻ്റെ ജീവിതത്തിൽ നന്മകൾ നിറയ്ക്കുന്നു. ഇത്തരത്തിലുള്ള വാക്കുകൾ നമ്മൾ ആവർത്തിക്കുമ്പോൾ നമ്മുടെ അബോധ മനസ്സിലെ പഴയ ദാരിദ്ര്യത്തിൻ്റെ ഫയലുകൾ മായ്ക്കപ്പെടുകയും പുതിയ ഐശ്വര്യത്തിൻ്റെ ഫയലുകൾ തുറക്കപ്പെടുകയും ചെയ്യും. ലോ ഓഫ് അട്രാക്ഷൻ്റെ മറ്റൊരു രഹസ്യം എന്നത് നൽകുക എന്നതാണ്. നമ്മൾ മുറുക്കി പിടിച്ച കൈകളുമായി ഇരുന്നാൽ നമുക്കൊന്നും സ്വീകരിക്കുവാൻ കഴിയില്ല. പണം നമ്മൾ നൽകുമ്പോൾ സന്തോഷത്തോടെ നൽകണം. ഇത് പോയി 10 ഇരട്ടിയായി തിരിച്ചു വരുമെന്ന ബോധത്തോടെ നൽകണം. നമ്മൾ പണമെല്ലാം ഒരു പുഴ പോലെയാണ്, അതിന് ഒഴുകിക്കൊണ്ടിരിക്കണം. നമ്മൾ മറ്റൊരാൾക്ക് പണം നൽകുമ്പോൾ സത്യത്തിൽ നമ്മൾ നമ്മുടെ ഐശ്വര്യത്തിൻ്റെ വൈബ്രേഷൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബില്ലുകൾ അടയ്ക്കുമ്പോൾ എനിക്ക് ഈ സേവനം ലഭിക്കാൻ പണം നൽകാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് അഭിമാനിക്കണം. ആ അഭിമാനം സമൃദ്ധിയെ വിളിച്ചു വരുത്തും. ഒരു ചെറിയ സ്പന്ദന ധ്യാനത്തെ കൂടി നമുക്ക് പരിചയപ്പെടാം. ഓർക്കുക, നമ്മളിവിടെ ഒത്തിരി കൊച്ചു കൊച്ചു ധ്യാനങ്ങളെ പരിചയപ്പെടുന്നുണ്ട്. അത് സ്വീകരിക്കുകയും പരിശീലിക്കുകയും ചെയ്യുക. ശരി, കണ്ണുകളടച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ സ്വർണ്ണവർണ്ണത്തിലുള്ള ഒരു പ്രകാശത്തെ കാണണം. ഓരോ ശ്വാസത്തിലും ആ പ്രകാശം നമ്മുടെ ശരീരമാകെ പടരുകയാണ്. ഈ സമയം ഞാൻ സമൃദ്ധിയാണ് എന്ന് മന്ത്രിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ കയ്യിൽ ആവശ്യത്തിലധികം പണമുള്ളതായി അനുഭവിച്ചുകൊണ്ട് ആ സന്തോഷത്തിൽ അല്പനേരം ലയിച്ചിരിക്കുക. നമ്മൾ പണം ആകർഷിക്കുവാനുള്ള പ്രായോഗിക വിദ്യകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെയെല്ലാം പരമമായ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സമൃദ്ധി എന്നത് നമുക്ക് പുറത്തുനിന്ന് ലഭിക്കേണ്ട ഒന്നല്ല. അത് നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ തന്നെയുള്ള ഒന്നാണ്. ഓഷോ പറയുന്നത്, നീ ഒരു ചക്രവർത്തിയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം ലോകം നിനക്ക് മുമ്പിൽ കപ്പം കാഴ്ചവെക്കുമെന്നാണ്. നമ്മളൊരു ദരിദ്രനായിട്ടല്ല, ഒരു ഉടമസ്ഥനായിട്ട് വേണം പ്രപഞ്ചത്തോട് സംസാരിക്കാൻ. കാരണം നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ അവകാശിയാണ്. ആ അവകാശബോധം നമുക്കുള്ളിൽ ഉണരുമ്പോൾ പണവും ഐശ്വര്യവും നമ്മെ തേടി വരാൻ നിർബന്ധിതമാകും. ഒരിക്കൽ മുല്ല നസ്രുദ്ദീൻ ഒരു സമുദ്രതീരത്തിരിക്കുകയായിരുന്നു. കയ്യിലൊരു ചെറിയ പാത്രമുണ്ട്. അയാൾ സമുദ്രത്തിൽ നിന്ന് വെള്ളം കോരി തൻ്റെ ചെറിയ കുഴിയിലേക്ക് ഒഴിക്കുകയാണ്. ഒരാൾ വന്ന് ചോദിച്ചു, മുല്ല, ഈ വലിയ സമുദ്രം നീ വറ്റിക്കാൻ നോക്കുകയാണോ എന്ന്. മുല്ല പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല സുഹൃത്തെ, ഞാൻ വറ്റിക്കുകയല്ല. ഈ സമുദ്രം എൻ്റേതാണെന്ന് തിരിച്ചറിയുകയാണ്. എൻ്റെ ഈ ചെറിയ പാത്രം നിറയുമ്പോൾ സമുദ്രം അവിടെ കുറയുന്നില്ല. പാത്രം ഒഴിഞ്ഞാൽ സമുദ്രത്തിനൊന്നും സംഭവിക്കുന്നുമില്ല. എനിക്ക് വേണ്ടത് എപ്പോൾ വേണമെങ്കിലും ഈ സമുദ്രത്തിൽ നിന്ന് എടുക്കാം. ഈ ആത്മവിശ്വാസമാണ് എൻ്റെ യഥാർത്ഥ നിധി. മുല്ല ഇവിടെ മനസ്സിലാക്കിയത് കുറവ് പാത്രത്തിനാണ്, സമുദ്രത്തിനല്ല എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രപഞ്ചം ആ സമുദ്രം പോലെയാണ്. നമ്മുടെ ആവശ്യങ്ങൾ എന്നത് ആ ചെറിയ പാത്രം പോലെയുമാണ്. സമുദ്രത്തിൽ നിന്ന് എത്ര എടുത്താലും അത് തീരില്ല. ആ അനന്തത നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ പേടി മാറുക. പണം തീർന്നു പോകുമെന്ന പേടിയെ മാറ്റിക്കളയണം നമ്മൾ. നമ്മൾ സമുദ്രത്തിൻ്റെ ഉടമസ്ഥനാണെന്ന് ഓർക്കുക.
അഷ്ടവക്രൻ ജനക മഹാരാജാവിനോട് പറഞ്ഞു, അഹമഹോ നമസ്തുഭ്യമെന്ന്. അതായത് എനിക്ക് തന്നെ നമസ്കാരമെന്ന്. കാരണം നമ്മൾ അത്രമേൽ സമൃദ്ധനും പൂർണ്ണനുമാണ്. ഈ ബോധം നമുക്കുള്ളിൽ വളരുമ്പോൾ നമ്മൾ പണത്തിന് പിന്നാലെ ഓടില്ല, പണം നമുക്ക് പിന്നാലെ വരും. സമൃദ്ധി എന്നത് ഒരു ഓട്ട മത്സരമല്ല, അതൊരു നൃത്തമാണ്. പ്രപഞ്ചത്തിന്റെ താളത്തിനൊപ്പം നമ്മൾ നൃത്തം ചെയ്യുമ്പോൾ ഐശ്വര്യം നമ്മുടെ കാൽപ്പാടുകളെ പിന്തുടരുമെന്നേ. നോക്കൂ, നമ്മളിൽ ഒന്നിനും കുറവില്ലെന്ന് ഈ നിമിഷം നമ്മൾ പ്രഖ്യാപിക്കണം. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ ജ്ഞാനയാത്രയിലെ 5 എപ്പിസോഡുകൾ ഇവിടെ പൂർത്തിയാക്കുകയാണ്. ലോ ഓഫ് അട്രാക്ഷൻ്റെ ഈ പടവുകൾ ഓരോന്നായി എന്നോടൊപ്പം കയറിയ എൻ്റെ ദിവ്യബോധമായ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമ്മൾ മനസ്സിനെ കാന്തമാക്കി, ആഗ്രഹങ്ങളെ വിട്ടു നൽകി, വൈബ്രേഷനുകൾ ട്യൂൺ ചെയ്തു, അകക്കണ്ണിലൂടെ ദർശനങ്ങൾ നടത്തി. ഇപ്പോൾ സമൃദ്ധിയുടെ മഹാപ്രവാഹത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മളിനി വെറുമൊരു മനുഷ്യനല്ല, നമ്മളൊരു സൃഷ്ടാവാണ്. അടുത്ത ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വീകരിക്കുന്നതിലെ കല, അഥവാ ഇത് ആർട്ട് ഓഫ് റിസീവിങ് എന്ന വിഷയമാണ്. പ്രപഞ്ചം നൽകാൻ തയ്യാറായാൽ പോലും അത് തടസ്സമില്ലാതെ ഏറ്റുവാങ്ങാൻ നമ്മുടെ ആന്തരിക പാത്രം എങ്ങനെ ഒരുക്കാമെന്ന് നമ്മൾ പഠിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ അറിവുകൾ എന്തെങ്കിലും മാറ്റം വരുത്തിയെങ്കിൽ ആ വരുത്തിയ മാറ്റങ്ങൾ താഴെ കമന്റ് ചെയ്യണം. നിങ്ങളിലെ ആ പരമാത്മാവിനെ ഞാൻ ഒരിക്കൽ കൂടി വന്ദിക്കുന്നു. നന്ദി, നമസ്കാരം.